ഈ ക്രൈസ്റ്റ് എന്ന പേരിട്ടതിന് തന്നെ അവര് ഞങ്ങൾക്ക് ഒത്തിരി അധികം പ്രോബ്ലം ഉണ്ടാക്കി തന്നു. എന്തുകൊണ്ട് ക്രൈസ്റ്റ് എന്ന പേരിട്ടു? അതായത് അവരുടെ സങ്കല്പത്തിലുള്ള ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുരിശ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുരിശ് ആ വീടിന് വരും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഫയലിനകത്ത് ഇവര് കൺവേർഷൻ നടത്തുന്നുണ്ട്, അതായത് മതാന്തരം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്, മതപരിവർത്തനമെന്നും പറഞ്ഞ് നമ്മുടെ ഫയലിലടക്കം ഇവര് ഈ വേറെയുള്ള ആൾക്കാര് ഇടയ്ക്ക് ഫയലിൽ കയറ്റി വെച്ച് ഇവര് ഇത് ചെയ്യുന്നുണ്ട്, കൺവേർഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻക്വയറിക്ക് ആൾക്കാരെ എൻക്വയറിക്ക് വിട്ടിട്ട് നിങ്ങളത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ കംപ്ലീറ്റ് ഈ പ്രോപ്പർട്ടി അടക്കം ഞങ്ങളുടെ ബിൽഡിംഗ് സ്കൂൾ അടക്കം നിങ്ങൾക്ക് ഞങ്ങൾ തന്നേക്കാം. ഞാൻ ഫാദർ സനീഷ് പൂവത്തിങ്കൽ, ലാസ്തലേറ്റ് സന്യാസ സമൂഹത്തിലെ ഒരു വൈദികനാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയാം. വളരെ പ്രത്യേകിച്ച് എന്റെ മുന്നിലായിരിക്കുന്നത് പരിശുദ്ധ ലാസ്തലേറ്റ് അമ്മയാണ്. 1846 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഫ്രാൻസിലെ ചെറിയ ഒരു മലയായ ലാസ്തലേറ്റിൽ വെച്ച് പരിശുദ്ധ അമ്മ രണ്ട് ഇടയ പൈതങ്ങൾക്ക്, മാക്സിമിൻ, മെലനി എന്ന് പറയുന്ന രണ്ട് ഇടയ പൈതങ്ങൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, മക്കളെ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ കടന്നു വരണം, എന്റെ പുത്രന്റെ സഭയിലെ കടന്നു വരണം, ഞായറാഴ്ചയുള്ള നിങ്ങളുടെ ആചരണവും കർത്താവിന്റെ നാമവും എല്ലാം പരിശുദ്ധമായി ആചരിക്കണം എന്നെല്ലാം പറഞ്ഞ് പരിശുദ്ധ അമ്മ ദൈവത്തോടും സഹോദരങ്ങളുമായി രമ്യതപ്പെട്ടുകൊണ്ട് അനുരഞ്ജനത്തിന്റെ സന്ദേശം ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കുക എന്ന ആഹ്വാനവുമായി പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് നമുക്കായി കടന്നു വന്ന് നമ്മെ ഓരോരുത്തരെയും അറിയിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളവരാണ് ലാസ്തലേറ്റ് മിഷണറിമാർ. ലാസ്തലേറ്റ് മിഷണറിമാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. 2000 ആണ്ടില് ലാസ്തലേറ്റിന്റെ ഒരു മിഷനായ മൈസൂരിൽ വെച്ച് ഞങ്ങളുടെ ഒരു ഭവനം, ലാസ്തലേറ്റ് നികേതൻ എന്ന പേരിൽ ഒരു ഭവനമുണ്ടായി. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് ശേഷം 2003 ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്കൂള്, ചെറിയൊരു സ്കൂള് മൈസൂർ ജില്ലയിലെ ഹുൻസൂർ പട്ടണത്തിലെ മർദൂർ എന്ന് പറയുന്ന ഗ്രാമത്തില് കർത്താവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ നിർമ്മിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ കടാക്ഷിച്ചു. 2003 ഞങ്ങൾക്കൊരു ചെറിയ സ്കൂള് അവിടെ ഗ്രാമവാസികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ സമൂഹത്തില് ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ആരാരുമില്ലാത്തവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ചെറിയ ഒരു സ്കൂള് തുടങ്ങുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് സാധിച്ചു. 6 വർഷമായിട്ട് ഞാൻ ലാസ്തലേറ്റ് വിദ്യാനികേതൻ എന്ന സ്കൂളിന്റെ ഡയറക്ടറായിട്ട് അതിന്റെ ചാർജ് വഹിക്കുവാനുള്ള ദൈവാകൃപം എനിക്ക് ലഭിക്കുകയുണ്ടായി. അവിടെ വെച്ച് ഏകദേശം 2-3 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞങ്ങളുടെ സ്കൂളിലെ മെമ്പറായിരുന്ന ഒരു കുട്ടിയുമായിട്ടും എനിക്ക് അറിയുവാനും കൂടുതലായിട്ടും ആ കുഞ്ഞിനെ അറിയുവാനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനും സാധിക്കുകയുണ്ടായി. കാരണം ഞങ്ങളായിരിക്കുന്ന മൈസൂരിലെ ഹുൻസൂരിലെ മർദൂർ എന്ന് പറയുന്ന ഗ്രാമം മുഴുവനും ക്രിസ്ത്യൻ ബെൽറ്റ് അല്ല, മറിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അഡോൺ എന്ന് പറയുന്ന ആ മകനുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാൻ ഇടയായി. പല പ്രാവശ്യങ്ങളായിട്ട് പ്രിയപ്പെട്ട അഡോണിന്റെ മാതാപിതാക്കള് അവിടെ എന്നെ വന്ന് കാണുകയും എങ്ങനെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു, അതോടൊപ്പം തന്നെ മകന്റെ പഠനം എങ്ങനെ പോകുന്നു ഒക്കെ എന്നോട് ചോദിച്ചറിയാനൊക്കെ ഇടവന്നു. അവരും ബാംഗ്ലൂരിന്റെ ഉൾമേഖലകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. വളരെയധികം പ്രത്യാഘാതങ്ങളിലൂടെ, വളരെയധികം ദുരന്തങ്ങളിലൂടെ, വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് അവർ ആ സ്കൂള് നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ചിക്കബല്ലാപുര ജില്ലയിലെ ബാഗേപ്പള്ളി താലൂക്കിൽപ്പെട്ട ക്രൈസ്റ്റ് എന്ന പേരുള്ള സ്കൂളിനെ കുറിച്ചാണ്. 2004-2005 അധ്യയന വർഷത്തിലാണ് ക്രൈസ്റ്റ് സ്കൂള് അവിടെ ഔദ്യോഗികമായിട്ടും ഞാൻ പറഞ്ഞ അഡോന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് തുടങ്ങുവാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ക്രൈസ്റ്റ് എന്ന പേര് അവർ തന്നെയാണ്, ദൈവാത്മാവ് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് തുടങ്ങാനായിട്ട് ഇടയായത്. പക്ഷെ ആ പേരിന്റെ പേരിൽ ഒത്തിരിയധികം യാതനകളും ബുദ്ധിമുട്ടുകളും ആ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് അനുഭവിക്കുവാൻ ഇടയായി. ലോക്കൽ ഏരിയകളിലും പഞ്ചായത്ത് ലെവലാണെങ്കിലും താലൂക്ക് ലെവലാണെങ്കിലും പലരും അവരോട് വന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രൈസ്റ്റ് എന്ന പേര് ഇടാനായിട്ട് ഇടയായത്? അത് പലപ്പോഴായിട്ട് അവര് പറഞ്ഞു, ക്രൈസ്റ്റ് എന്ന പേരിന്റെ ആവശ്യം അവിടെ ഇല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾ സ്വീകരിച്ചു. പക്ഷെ എങ്കിലും ഈ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാര് ക്രൈസ്റ്റ് എന്ന പേര് മാറ്റുവാൻ ഒരു തരത്തിലും അവർക്ക് ഇടവന്നില്ല. കാരണം പല വെല്ലുവിളികളിലൂടെ അവർ പോയെങ്കിലും കർത്താവിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ആ പേര് തന്നെ ഇട്ടുകൊണ്ട് പല വെല്ലുവിളികളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയെങ്കിലും മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം ഓരോ ദിവസവും സ്കൂൾ മിനിസ്ട്രിയിലൂടെ അവർക്ക് കടന്നു പോകുവാനും മുന്നോട്ട് പോകുവാനുള്ള കൃപ ലഭിച്ചു.
ഓർക്കുക, ഈ ഫാമിലിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഏകദേശം ഇവര് ആയിരുന്ന സ്ഥലത്ത്, ബാഗേപ്പള്ളി എന്ന സ്ഥലത്ത് 45-50 കിലോമീറ്റർ പോകണം ഒരു പള്ളി അല്ലെങ്കിൽ ദേവാലയത്തിൽ ഒന്ന് കടന്നു പോകുവാനോ ഞായറാഴ്ച കുർബാനയോ പങ്കെടുക്കുവാൻ വേണ്ടി 50 കിലോമീറ്റർ നടന്നു പോവുക ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം. എങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്റെ കർത്താവിന് വേണ്ടിയാണല്ലോ ഞാൻ ജീവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസത്തോടെ അവര് ഞായറാഴ്ച ദിവസങ്ങൾ മുടങ്ങാതെ 50 കിലോമീറ്റർ 45-50 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞായറാഴ്ചയുള്ള കുർബാന മുടങ്ങാതെ അവർ കണ്ടിരുന്നു. അതായിരുന്നു അവരുടെ സ്കൂളിന്റെ, ക്രൈസ്റ്റ് എന്ന സ്കൂളിന്റെ വിജയവും അവരുടെ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മോടുകൂടെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അത് ആഡോൺ എന്ന സഹോദരന്റെ മാതാപിതാക്കന്മാര് നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് അവരുമായിട്ടും കുറച്ചു നേരം സംഭാഷണത്തിലായിരിക്കാം. 2004-2005 തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഞങ്ങള് വേറൊരു താലൂക്കില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്തോ ഒരു ഇൻസ്പിറേഷൻ തോന്നി നമ്മുടെ ക്രിസ്ത്യൻ പ്രസൻസ് ഇല്ലാത്ത ഒരു താലൂക്കിൽ പോവുക, അവിടെ ചെറിയൊരു നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നു നോക്കിയപ്പോ ഉണ്ട് ഈ ബാഗേപ്പള്ളി എന്ന് പറഞ്ഞ താലൂക്കിലാണ് നമ്മുടെ അച്ഛന്മാരില്ല, സിസ്റ്റേഴ്സ് ഇല്ല, ആരുമില്ല. അപ്പൊ നമുക്ക് അവിടെ തന്നെ വേണമെങ്കിൽ തുടങ്ങാം. അപ്പൊ അന്ന് ചിക്കപ്പള്ളാപ്പൂർ, കോളാറ് 2 ഡിസ്ട്രിക്ട് ആയിട്ടില്ലായിരുന്നു. ഒരേ ഡിസ്ട്രിക്ട് കോളാർ എന്ന് പറഞ്ഞ പേരിലായിരുന്നു. അപ്പം ഈ പറഞ്ഞ 11 താലൂക്കുകളുണ്ട്. ഈ 11 താലൂക്കുകളിൽ പോയി എല്ലായിടത്തും നോക്കി. അന്നേരം നമുക്ക് അവിടെ കാണാനുണ്ടായിരുന്നത് ഈ ബാഗേപ്പള്ളി എന്ന് പറഞ്ഞ താലൂക്കില് മാത്രമാണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ പ്രസൻസ് ഇല്ല, എസ്പെഷ്യലി നമ്മുടെ ഒരു കാത്തലിക്കിന്റെ പ്രസൻസ് ഇല്ല. അപ്പൊ അവിടെ തുടങ്ങാം. നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ മാറ്റി വെച്ചിരുന്ന സ്ഥലമായിരുന്നു ആയിരിക്കും ദൈവത്തിന്റെ പ്ലാനുകൾ. ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഈ ക്രൈസ്റ്റ് എന്ന് പറയാൻ അറിയത്തില്ല. പിന്നെ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബ്രിട്ടീഷുകാരുടെ ആൾക്കാരാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നേ. പിന്നെ നമ്മൾ വന്നു തുടങ്ങി. ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് വളരെ കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ റെന്റഡ് ബിൽഡിങ്ങിലാണ് തുടങ്ങിയത്. അവിടെ ഒരു 17-18 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ പിള്ളേര് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി, ഇംഗ്ലീഷില് വർത്താനം. അപ്പൊ ആ പ്രദേശത്തൊന്നും അങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന പിള്ളേരോ ജനങ്ങളോ ആരുമില്ല. ചെറിയ ചെറിയ വാക്കുകൾ പിള്ളേര് പറയുന്നത് കേൾക്കുമ്പോ കാരണന്മാർക്ക് സന്തോഷമായി. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും ആ 18 പിള്ളേരിൽ നിന്ന് ഞങ്ങള് 125 പിള്ളേരിലേക്ക് വളർന്നു. അല്ല, അതിന്റെ ഒരു സംഭവം നടന്നല്ലോ. ഈ ആ ഒരു ആദ്യം തുടങ്ങിയ വർഷം നമ്മൾ എന്ത് ചെയ്തു, അന്ന് ഇരുന്ന ഒരു 1-1.5 വയസ്സ്. അപ്പൊ ഈ LKG UKG പഠിക്കുന്ന ആ പിള്ളേര് പറയുന്നത് കേട്ടിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതുക. അപ്പൊ നമ്മുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇവനായിരുന്നു. കാരണം ഇവനെ വെച്ചുകൊണ്ടായിരുന്നു പോയി കൈ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഇവനോട് കുറെ ഇംഗ്ലീഷ് പറയും, റൈംസ് പാടും. ഇതൊക്കെ കേട്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളൊരു പരസ്യം പോലെ. റൂറലാണ്, അതായത് അവർക്ക് ഈ എഡ്യൂക്കേഷൻ ബേസിക്കലി അഗ്രികൾച്ചർ, ആ ഒരു ഫാമിംഗ്, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ റൂറൽ ഏരിയ, റൂറൽ അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ളൊരു ബേസിക് മോട്ടീവ് വെച്ചിട്ടായിരുന്നു അവിടെ ചെയ്തു തുടങ്ങിയത്. അഡോണിന്റെ ബാല്യകാലത്തെ കുറിച്ച് ഡാഡിയും മമ്മിയും സ്കൂളിലായിരുന്നപ്പോൾ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അല്ല, ഞാൻ അവരുടെ കൂടെ സ്കൂളിൽ പോകുമായിരുന്നു. അപ്പോ വീട്ടില് ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവരുടെ കൂടെ സ്കൂളിൽ പോവാ, ഇവരുടെ കൂടെ തന്നെയായിരുന്നു. അതായത് ദിവസവും എനിക്ക് കാണാമായിരുന്നു. ഇവര് രാവിലെ വൈകുന്നേരം അവിടുത്തെ സ്കൂളിലെ ടെൻഷനും സ്ട്രെസ്സും, അച്ഛനെ പ്രത്യേകിച്ച് അറിയാമല്ലോ സ്കൂളിൽ അച്ഛനുണ്ടായിരുന്ന കാരണം എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രഷർ. അപ്പൊ ഇവര് അവരെപ്പോഴും ഈ വർക്ക് റിലേറ്റഡ് അതിന്റെ പുറകെ തന്നെയായിരുന്നു. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ദേ വർ ലൈക്ക് കൺസിഡറിംഗ് സ്കൂൾ ആസ് ദെയർ സൺ ഓർ ലൈക്ക് ഡോട്ടർ, ലൈക്ക് സംതിങ്, അങ്ങനെ ഒരു ഇതായിരുന്നു. ഹലോ, എൻ്റെ പേര് ഹെലൻ. ഞാൻ ജനിച്ചത് തൃശ്ശൂരിലാണ്. പപ്പ ഇഗ്നേഷ്യസ് കർണാടക പോലീസിലായിരുന്നു. അമ്മ ജീന ഹൗസ് വൈഫായിരുന്നു. അനിയൻ നെൽസൺ. പണ്ട് തൊട്ടേ ചെറുപ്പം മുതലേ പഠിച്ചതും വളർന്നതെല്ലാം കർണാടകയിലായിരുന്നു. പിന്നെ ഒരു 2005 ആയപ്പോൾ പപ്പയ്ക്ക് ചിക്ബിളാപ്പൂർ എന്ന ഡിസ്ട്രിക്റ്റിൽ ബാഗേപ്പള്ളി എന്ന താലൂക്കിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ പണ്ട് തൊട്ടേ പപ്പയ്ക്കും മമ്മിക്കും എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കണം എന്നായിരുന്നു ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ നോക്കി അന്വേഷിച്ച് വന്നപ്പോഴാണ് ക്രൈസ്റ്റ് സ്കൂളിൽ നിന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ചെന്നു അന്വേഷിച്ചു. അപ്പോൾ മലയാളി ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ആയിരുന്നു. അതും കൂടെ കണ്ടപ്പോൾ എന്തായാലും അവിടെ തന്നെ ചേർന്നു. അവിടെ 4 വർഷം ഞാനും എൻ്റെ അനിയനും കൂടെ പഠിച്ചു. ബാഗേപ്പള്ളി ക്രൈസ്റ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് സ്റ്റാനി സാറിനും ഷീബ ടീച്ചർ ഞങ്ങളെ പരിചയപ്പെടുന്നത്. ഇപ്പോഴും ഞങ്ങളൊരു ഫാമിലി പോലെയാണ് ഇപ്പോഴും ഞങ്ങളൊരു റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ലാംഗ്വേജും നല്ലൊരു ബിഹേവിയർ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. നല്ലൊരു ഫൗണ്ടേഷൻ ആയിരുന്നു. റീസെൻ്റ്ലി ഞാൻ UK പോയായിരുന്നു മാസ്റ്റേഴ്സ് എടുക്കാൻ. പിന്നെ QC അനലിസ്റ്റ് ആയിട്ട് ഞാൻ 2 വർഷം വർക്ക് ചെയ്തു. പിന്നെ ലാസ്റ്റ് ഇയർ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ്. ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ടീച്ചറിനെയും മാഷിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കുറച്ച് മുമ്പ് കുറെ വെല്ലുവിളികൾ ഞങ്ങൾ നേരിട്ടായിരുന്നു സ്കൂൾ തുറന്ന സമയത്തും വന്ന സാഹചര്യങ്ങളിലൊക്കെ. ആ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒന്ന് ഞങ്ങളോട് പങ്കുവെക്കാമോ? ആദ്യമായിട്ട് ഈ ക്രൈസ്റ്റ് എന്ന പേരിട്ടതിന് തന്നെ അവര് ഞങ്ങൾക്ക് ഒത്തിരി അധികം പ്രോബ്ലം ഉണ്ടാക്കി തന്നു. എന്തുകൊണ്ട് ക്രൈസ്റ്റ് എന്ന പേരിട്ടു? അതായത് അവരുടെ സങ്കല്പത്തിലുള്ള ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയെങ്കിലും കുരിശ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുരിശ് ആ വീടിന് വരും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരിക്കലും ഡിഒ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ മാഡം ക്രൈസ്റ്റ് എന്ന പേരിട്ട് ആ പേരെടുത്ത് കളഞ്ഞാൽ തന്നെ നിങ്ങൾ ഇനി ഒരുപാട് പുരോഗമിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടാതെ അത് സൈലന്റ് ആയിട്ട് എടുത്തു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ നമ്മൾ ഇടുന്നത്. അത് അങ്ങനെയാണ് അതിന്റെ ആ ഒരു പശ്ചാത്തലം. പിന്നെ അതുകൂടാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫീസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹയർ അതോറിറ്റിയിൽ ചെല്ലുമ്പോൾ പ്രവേശനം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഫയലിനകത്ത് ഇവര് കൺവേർഷൻ നടത്തുന്നുണ്ട്. അതായത് മതാന്തരം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് മതപരിവർത്തനമെന്നും പറഞ്ഞ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രത്യേകിച്ച് പല സ്റ്റേറ്റുകളിലുണ്ടല്ലോ പിന്നെ കൺവേർഷൻ ആന്റി കൺവേർഷൻ ബിൽ എന്നും പറഞ്ഞ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളെ പരമാവധി അവർക്ക് ചൂഷണം ചെയ്യുക, ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫയലിലടക്കം ഇവര് ഈ വേറെയുള്ള ആൾക്കാർ ഇടയ്ക്ക് ഫയലിൽ കയറ്റി വെച്ച് ഇവര് ഇത് ചെയ്യുന്നുണ്ട്, കൺവേർഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവസാനം എന്നെ മിനിസ്റ്റർ ലെവലിൽ അടക്കം എന്നെ വിളിപ്പിച്ചു. വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ മിനിസ്റ്ററുടെ PS ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻക്വയറിക്ക് ആൾക്കാരെ എൻക്വയറിക്ക് വിട്ടിട്ട് നിങ്ങളത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ കംപ്ലീറ്റ് ഈ പ്രോപ്പർട്ടി അടക്കം ഞങ്ങളുടെ ബിൽഡിംഗ് സ്കൂൾ അടക്കം നിങ്ങൾക്ക് ഞങ്ങൾ തന്നേക്കാം. കാരണം ചെയ്യാത്തതാണെന്നുള്ളത് നമുക്കറിയാലോ. അങ്ങനെ ചെയ്തു. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ മിനിസ്റ്റർ പറഞ്ഞു, ഇല്ല ഇവർ ചെയ്യുന്നില്ല, അതെനിക്ക് ബോധ്യമായി. അത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന BJP ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ്. കാരണം നമ്മൾ BJP ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അവർ ആന്റി ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, BJP ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യാത്തതാണെങ്കിൽ നമുക്ക് അതിനകത്ത് പേടിക്കാനില്ല. ഒരു എൻക്വയറി നടത്തിയില്ല, ഒന്നും നടത്തിയില്ല. അങ്ങനെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. Hi everyone, I am Bharat Simha, securing undergraduate MBBS in Government Medical College, Manya Institute of Medical Sciences. I have completed my schooling in Christ School with very good basics of maths and science and other subjects. My schooling has helped me in acquiring good rankings in all types of competitive exams like Navodaya, NEET National Entrance Exam for MBBS and CET exams for engineering and veterinary, and also helped me to excel in my academics in my higher education. My brother, Dr. Naveen Kumar, also studied in Christ School and he completed his MBBS in Government Medical College, Belagavi Institute of Medical Sciences. There are many names to take my seniors and also my juniors who are in many elegant and higher positions. The management and teaching staff are extremely helpful and all are qualified teachers with good experience. Thank you. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ കുറിച്ച് ഞങ്ങളോട് പങ്കുവെക്കാമോ? ആധ്യാത്മിക ജീവിതത്തില് തമ്പുരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തമ്പുരാൻ കൂടെ നിന്നത് കൊണ്ടാണ്. മറ്റാരും ഇല്ലായിരുന്നു, ഒരു സഹായവും ഞങ്ങൾക്ക് വേറെ എവിടെ നിന്നും ഇല്ലായിരുന്നു. പക്ഷെ തമ്പുരാൻ എല്ലാ കാര്യത്തിലും കുഞ്ഞുനാൾ മുതലേ മാതാവിനോട് വളരെയധികം അടുപ്പുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ മാതാവ് എല്ലാ കാര്യത്തിനും സഹായിച്ചിരുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് ഇന്ന വഴിയെ പോവുക എന്ന് പറഞ്ഞു തന്നിരുന്നു. അത് ജപമാലയായാലും പ്രാർത്ഥനയായാലും ഒരു ദിവസം പോലും മുടക്കില്ല. പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമെങ്കിൽ 50 കിലോമീറ്റർ പോകണമായിരുന്നു. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ പോകാൻ. ഇപ്പൊ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വന്നു, റിപ്പബ്ലിക് ഡേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള സാഹചര്യം ഇല്ല. കാരണം അവിടെ രാവിലെ മാത്രമേ കുർബാനയുള്ളൂ. ഫ്ലാഗ് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക് അത് അഴിച്ചു വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടുള്ളൂ. രാവിലെ 7:30 ഫ്ലാഗ് പോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം ഈ 5:30 വരെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. ഞങ്ങൾ ബാംഗ്ലൂർ പള്ളിയിൽ പോകണം, ഞങ്ങൾക്ക് 100 കിലോമീറ്റർ പോകണം. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും പള്ളിയിൽ പോകുന്നത് ഞായറാഴ്ചകളില് കുർബാന സംബന്ധിക്കാനായിട്ട്. ഞായറാഴ്ച കുർബാന മുടക്കാറില്ല ഒരിക്കലും. അത് മോനോടായാലും പറയും, ഞായറാഴ്ചത്തെ കുർബാന അത് മെയിൻ ആണ്, അതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം ജനങ്ങളല്ല നമ്മളെ സഹായിക്കുന്നത്, ദൈവമാണ്. അപ്പൊ ആ ഒരു കുർബാന മുടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കമ്പൽസറി ഉള്ള. അതായത് കർത്താവ് ദൈവം വിശ്വസ്തനാണ്, നമ്മളും ദൈവത്തോട് വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ നമ്മളോട് വിശ്വസ്തതയുണ്ടാവും. ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് എപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുക. ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമമായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയും
ഈശോയും കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നതും നയിക്കുന്നതും. അപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയും അതോടൊപ്പം തന്നെ കർത്താവിൽ പ്രത്യാശ വെച്ചും നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് നടത്തിപ്പിക്കാം. ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, നാം ഈ പ്രിയപ്പെട്ട ഷീബ ടീച്ചറിന്റെയും സ്റ്റാനി സാറിന്റെയും ജീവിതകഥ നാം കേട്ടു. അവരുടെ ജീവിതം നമ്മളോട് പറയുക, പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ കൂട്ടായ്മ, പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ആയുധം എന്ന് നമ്മുടെ ജീവിതത്തില്. പരിശുദ്ധ അമ്മ ലാസ്റ്റിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ മക്കളോടായി പറഞ്ഞു വെച്ചതും പ്രാർത്ഥന ആയിരിക്കണം നിങ്ങളുടെ കൂടപ്പിറപ്പ് എന്നാണ്. ചുരുങ്ങിയത് രാവിലെയും വൈകിട്ടും എങ്കിലും പ്രാർത്ഥിച്ച് ഈശോയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മളോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ജീവിതങ്ങളില്ല, കഷ്ടപ്പാടും നൊമ്പരമില്ലാത്ത ജീവിതങ്ങളില്ല. ഏത് ജീവിതമായാലും അതിന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ അറിഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി വരെ ചെയ്യുവാൻ, കർത്താവിന് ദൈവരാജ്യം പ്രഘോഷിക്കുവാനാണ് ഈശോ നമ്മോട് പറയുക. നമ്മുടെ ജീവിതത്തിലും ഇവരൊരു മാതൃകയായി തീരട്ടെ. ഈശോയോടും പരിശുദ്ധ കുർബാനയോടും നമ്മുടെ ആദരവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും അപ്രകാരം ഈശോയിലേക്ക് വളർന്നു വരുവാനുള്ള കൃപ നമുക്ക് യാചിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ദൈവരാജ്യം പ്രഘോഷിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മകനെ കൂടുതൽ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും ദൈവരാജ്യത്തിന്റെ മക്കളായി തീരുന്ന കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം.